നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ. അപ്പോൾ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി കൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, തൊഴിലില്ലാണ്ടിരിക്കുക. പക്ഷേ ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലിങ് ആണ്, ഏബിൾ ആണ്, എന്നിട്ടും നമുക്ക് തൊഴിലവസരം കിട്ടാണ്ടിരിക്കുന്നതിനെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതും പിന്നെ ഫ്രിക്ഷണൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എന്നും പറയും അതിനെ. അങ്ങനത്തെ ഒരു തൊഴിലില്ലായ്മ ഉണ്ടല്ലോ, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടല്ലോ, അതായത് ആ ഒരു ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു ജോബിന് കയറുന്നതും അതുപോലെ തന്നെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് പുതിയൊരു ജോബ് അന്വേഷിക്കുന്നതും തമ്മിലൊരു ഗ്യാപ്പിൽ അവർ അൺഎംപ്ലോയ്ഡ് ആയിട്ടിരിക്കില്ല, അതാണിത്. അതും ഉണ്ടായിട്ടില്ല ഏത് കാലഘട്ടത്തിൽ എക്സ്പാൻഷനിൽ. അങ്ങനെ അവർക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പീരീഡേ ഉണ്ടായിട്ടില്ല. അവർ എപ്പോഴാണോ അവർ ഗ്രാജുവേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അവർക്ക് ജോലിയുണ്ട്. അങ്ങനെ അത്രയ്ക്കും ബിസി ആയിട്ടുള്ള, അത്രയും ഡിമാൻഡുള്ളൊരു എല്ലാ ഗുഡ്സിനും അതുപോലെ തന്നെ പ്രൈസിൻ്റെ കാര്യത്തിലും ഒക്കെ ഇൻക്രീസാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് എക്സ്പാൻഷൻ, അപ്സ്വിങ്. അതേപോലെ തന്നെ ഈ പ്രൈസും അതുപോലെ തന്നെ കോസ്റ്റും ടെൻഡ് ടു റൈസ് ഫാസ്റ്റർ. ഓരോന്നിൻ്റെ ഇൻപുട്ടുകളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പിന്നെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, ഫൈനൽ മാർക്കറ്റ് പ്രൈസ് കൂടും. അങ്ങനെ എന്നാലും ഡിമാൻഡ് ഉണ്ട് എല്ലാ ഗുഡ്സിനും. ഗുഡ് എമൗണ്ട് ഓഫ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യും. ഡിമാൻഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഗുഡ് ആൻഡ് സർവീസസ് റൈസസ്. ഓൾ ടൈപ്സ് ഓഫ് ഗുഡും സർവീസും റൈസ് ചെയ്യും. ഇൻക്രീസ് ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് പീപ്പിൾ എൻജോയ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡ്യൂ ടു ഹൈ ലെവൽസ് ഓഫ് കൺസ്യൂമർ സ്പെൻഡിങ്. അത്രയും നല്ല രീതിയിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം അവർക്ക് എംപ്ലോയ്മെൻ്റ് ഉണ്ട്, അവർക്ക് ഇൻകം ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യനെ പണ്ട് പറയാറില്ല, ഇന്ത്യ വാസ് എ പ്രോസ്പീരിയസ് കൺട്രി. അതേപോലെ ഒരു പ്രോസ്പെരിറ്റിയിലാണ് ഉള്ള ഒരു സമയമായിരിക്കും എക്സ്പാൻഷൻ്റെ സമയം. അപ്പം ഇൻക്രീസ് ഇൻ ബിസിനസ് കോൺഫിഡൻസ്. ബിസിനസ്സിൻ്റെ കോൺഫിഡൻസ് കൂടാന്ന് പറഞ്ഞാൽ അവർ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് വിറ്റ് പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഓരോ ബിസിനസ്സിനും ഉണ്ടായത്. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, ഫാക്ടർ ഇൻകം ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഫാക്ടറി ഇൻകംസ് എന്ന് പറഞ്ഞാൽ ഈ ലേബറിൻ്റെ ഇൻകം കൂടും. അതേപോലെ തന്നെ എല്ലാം കൊണ്ടും ഇൻകംസ് എന്ത് ചെയ്യും, കൂടും. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒക്കെ കൂടും. പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഗ്രോത്ത് റേറ്റ് ഇവൻച്വലി സ്ലോസ് ഡൗൺ ആൻഡ് റീച്ചസ് ഇറ്റ്സ് പീക്ക്. പിന്നെ എന്ത് ചെയ്യും, ഇത്രയും വലിയ ഗ്രോത്ത് റേറ്റ് ഒന്ന് ചെറുതായിട്ട് സ്ലോ ഡൗൺ ചെയ്ത് ആ ഒരു പീക്കിൽ അവിടെ പോയി നിൽക്കും. ആ പീക്കിൽ അവിടെ പോയിട്ട് നിൽക്കും. എക്സ്പാൻഷനാണ് ഫസ്റ്റത്തെ ഫേസ് എന്ന് പറഞ്ഞു. അതേപോലെ സെക്കൻഡാമത്തെ ഫേസാണ് പീക്ക് ടേം റെഫേഴ്സ് പീക്ക് അല്ലെങ്കിൽ ടോപ്പ്. ആ പീക്കിൻ്റെ അവിടെ നിന്ന് ഒരു എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് അവിടെ മേലൊരു പോയിന്റ് ഞാൻ ഇട്ടിരിക്കുന്നുണ്ടല്ലേ. ചെറിയൊരു ഡയഗ്രാം പോലെ ഉദ്ദേശിച്ചതാണ്. പിന്നെ ടോപ്പ് എന്ന് പറയാം, ഇതിന് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ എന്ന് ഇതിനെ പറയാം, ബൂം എന്ന് ഇതിനെ പറയാം. ലേറ്റർ സ്റ്റേജസ് ഓഫ് എക്സ്പാൻഷൻ എക്സ്പാൻഷൻ കഴിഞ്ഞ ഉടനെ നടക്കുന്ന ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ഒരു ഫേസാണ് ഈ പീക്ക് എന്ന് പറഞ്ഞാൽ. ലേറ്റർ സ്റ്റേജസ് ഓഫ് എക്സ്പാൻഷൻ ഇൻപുട്ട്സ് ആർ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. അപ്പോൾ ആ സമയത്ത് ഇനി ഇൻപുട്ടുകളൊന്നും ഉണ്ടാവില്ല, ഒക്കെ നമ്മൾ ഉപയോഗിച്ചില്ലേ. അപ്പോൾ ഇൻപുട്ട് വിൽ ബി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ആസ് ദേ ആർ ഷോർട്ട് ഓഫ് ദെയർ ഡിമാൻഡ് ആയിരിക്കും സപ്ലൈനേക്കാളും കൂടുതൽ. അപ്പം ബിസിനസ്സുകൾ കുറേ ഡിമാൻഡ് ചെയ്യും അങ്ങനത്തെ ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലോത്തിൻ്റെ തന്നെ എടുത്താൽ കോട്ടനൊക്കെ വേണ്ടി കുറേ ഡിമാൻഡ് ചെയ്യും, കാരണം ക്ലോത്തൊക്കെ ഭയങ്കരമായിട്ടും ഷോപ്പുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ ക്ലോത്ത് ഉണ്ടാക്കുന്നിടത്തുള്ള ഈ ഇൻവെസ്റ്റേഴ്സൊക്കെ മണി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ആ ഒരു റോ മെറ്റീരിയൽ കിട്ടാൻ വഴിയില്ല, കാരണം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അത്രയ്ക്കൊന്നും വിപണിയിൽ ഇല്ല റോ മെറ്റീരിയൽ. അതുപോലെ തന്നെ അപ്പം റോ മെറ്റീരിയൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇൻപുട്ട് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കുറച്ച് കോട്ടൺ കിട്ടും, പക്ഷെ കുറേ ആൾക്കാർ ഡിമാൻഡിനുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, പ്രൈസ് അവർ കൂട്ടി വിൽക്കും. ഇൻപുട്ട് എന്തിനാണോ ഡിമാൻഡ് കൂടുന്നത് അതിന് നമുക്ക് പ്രൈസ് കൂട്ടി വിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രൈസ് കൂട്ടും, അപ്പോൾ കോസ്റ്റ് കൂടും ഇൻപുട്ടിൻ്റെ. അപ്പോൾ ഇൻപുട്ടിൻ്റെ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ പ്രൈസും കൂടും. അപ്പം ഔട്ട്പുട്ടിൻ്റെ പ്രൈസ് ഇനിയും ഭയങ്കര, അല്ലെങ്കിലും നല്ല വിലയാണ്, എന്നാലും ആൾക്കാർ വാങ്ങുന്നുണ്ട്. പക്ഷെ ഇനിയും കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് ആയി മാറും. ലിവിങ്ങിന് ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ് കൂടും. അങ്ങനെ ഇതിപ്പോൾ കോട്ടൻ്റെ മാത്രമാണ് എക്സാമ്പിൾ പറഞ്ഞത്. അങ്ങനെ എല്ലാത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ മൊത്തത്തിൽ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് ആവും. അപ്പോൾ ഈ ഫിക്സ്ഡ് ഇൻകം ഏണേഴ്സിന് ഗ്രേറ്റസ്റ്റ് സ്ട്രെയിൻ ആയിട്ട് മാറും. ഈ ഫിക്സ്ഡ് ഇൻകം ഉള്ളവർക്ക് ഗ്രേറ്റസ്റ്റ് സ്ട്രെയിൻ ആയിട്ട് മാറും. അങ്ങനെയാണല്ലോ മെജോറിറ്റി ആൾക്കാരും, ഭൂരിഭാഗം ആൾക്കാർക്കും ഫിക്സ്ഡ് ഇൻകം ആയിരിക്കും.
പിന്നെയാണ് കുറച്ച് ബിസിനസ്സുകൾക്ക് മാത്രമേ കുറച്ച് ഇൻക്രീസ് പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻകം ഇങ്ങനെ കൂടിക്കൂടി വരുള്ളൂ. ആക്ച്വൽ ഡിമാൻഡ് സ്റ്റാഗ്നേറ്റ് ചെയ്യാൻ തുടങ്ങും, അത് കുറയാൻ തുടങ്ങും. ദിസ് ഈസ് ദി എൻഡ് ഓഫ് എക്സ്പാൻഷൻ. അങ്ങനെയാണ് എക്സ്പാൻഷൻ അങ്ങോട്ട് എൻഡ് ചെയ്യുക. ഇറ്റ് ഒക്യൂസ് വെൻ ഇക്കണോമിക് ഗ്രോത്ത് ഹാസ് റീച്ച്ഡ് എ പോയിന്റ് വേർ ഇറ്റ് വിൽ സ്റ്റെബിലൈസ് ഫോർ എ ഷോർട്ട് ടൈം. കണ്ടോ, കുറച്ച് നാൾ അത് സെറ്റിൽ ചെയ്യും, അതേപോലെ തന്നെ ഇരിക്കും. ആൻഡ് ദെൻ മൂവ് ഇൻ ദ റിവേഴ്സ് ഡിറക്ഷൻ. അപ്പം ഇങ്ങനെ എക്കണോമിക് ഗ്രോത്തിൽ അറ്റത്ത് പോയി നിൽക്കും, അങ്ങനെ കുറച്ച് കാലം അവിടെ നിൽക്കും, പിന്നെ അത് റിവേഴ്സ് ഡിറക്ഷനിലേക്ക് പോകും, അതായത് വീഴാനായിട്ട് തുടങ്ങും. ഉയർന്നത് എന്ത് ചെയ്യും, വീഴാനായിട്ട് തുടങ്ങും. ദെൻ മൂവ് ഇൻ ദ റിവേഴ്സ് ഡിറക്ഷൻ. സോ ഇനി തേർഡ് ഫേസ് ആണ് കോൺട്രാക്ഷൻ. വൺസ് പീക്ക് ഈസ് റീച്ച്ഡ്, ഒരു തവണ പീക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഈസ് ഹോൾട്ടേഡ് ആൻഡ് സ്റ്റോപ്ഡ് ആൻഡ് റിവേഴ്സ് ഡിറക്ഷനിലേക്ക് എക്കോണമി പോകില്ലേ. അപ്പോൾ എൻഡ് ഓഫ് എക്സ്പാൻഷൻ ആയിരിക്കും പീക്ക് എന്ന് പറഞ്ഞത്. ആൻഡ് സ്റ്റാർട്ട്സ് ഡിക്രീസിങ് ഇൻ സെർട്ടൈൻ സെക്ടേഴ്സ്. ചില സെക്ടേഴ്സിൽ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും, പിന്നെ അത് എല്ലാ സെക്ടറിലും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഫോൾ ഇൻ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്മെൻ്റെ കോൺഫിഡൻസ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും കുറയ്ക്കും. അങ്ങനെ ഫോൾ ഇൻ ദ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റും എന്ത് ചെയ്യും, എംപ്ലോയ്മെൻറ്റും കുറയും. എംപ്ലോയ്മെൻറ്റും കുറയും, കാരണം അത്രയ്ക്കും ഡിമാൻഡ് ഇല്ല പ്രൊഡക്ട്സിനൊന്നും. അതുപോലെ തന്നെ ഹൈ പ്രൈസസ് ആണ്. അപ്പം ആരും ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ഫർദർ പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിൽ എംപ്ലോയേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എംപ്ലോയ്മെൻറ്റും കുറയും. വിത്തൗട്ട് റെക്കഗ്നൈസിങ് ദ പൾസ് ഓഫ് ദി ഇക്കോണമി. അപ്പം ചില സെക്ടറിൽ മാത്രം അങ്ങനെ ഇടിവ് വരുള്ളൂ. ബാക്കിയുള്ള സെക്ടേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് എക്കോണമിയുടെ പൾസ് അല്ലെങ്കിൽ എക്കോണമി എങ്ങനെ പോണേന്ന് അറിയാണ്ട് പ്രൊഡ്യൂസേഴ്സ് മെയിൻറ്റെയിൻസ് എക്സിസ്റ്റിംഗ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നിലവിൽ എന്താണോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊഡക്ഷനും ഉള്ളത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ അവരറിയുന്നില്ല, അവരുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡൊക്കെ പോയിരിക്കുക എന്നുള്ളതൊന്നും അവരറിയുന്നില്ല. Consequence is a discrepancy or mismatch between demand and supply. Supply exceeds greater than demand. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ മിസ്മാച്ച് അല്ലെങ്കിൽ ഒരു വലിയ ഗ്യാപ്പ് വന്നു. എന്ത് തമ്മിൽ, സപ്ലൈയും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് തന്നെ വന്നു. അപ്പോൾ സപ്ലൈ ആണ് കൂടുതലായത് ഡിമാൻഡിനേക്കാളും. ഇനീഷ്യലി ഫ്യൂ സെക്ടേഴ്സ് റാപ്പിഡ്ലി ഓൾ ദ സെക്ടേഴ്സ്. ആദ്യത്തിലൊക്കെ കുറച്ച് സെക്ടറായിരുന്നു, പിന്നെ എല്ലാ സെക്ടറിലും അത് ബാധിച്ചു. പ്രൊഡ്യൂസേഴ്സ് ബിഗിൻ ടു അവെയർ ദ ഫാക്ട് ദാറ്റ് ദേ ഹാവ് ഇൻഡൽജ് ഇൻ എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓവർ പ്രൊഡക്ഷൻ. സോ എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റിലും അതുപോലെ തന്നെ ഓവർ പ്രൊഡക്ഷനിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അപ്പം ഇവരെന്താ ചെയ്യാമെന്നറിയോ, അപ്പോൾ അതിന് പകരമായിട്ട് പ്രൊഡ്യൂസേഴ്സ് ക്യാൻസലേഷൻ ആൻഡ് സ്റ്റോപ്പേജ് ഓഫ് ഓർഡേഴ്സ് ഫോർ ന്യൂ എക്യുപ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ അവർ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓൾ ടൈപ്പ് ഓഫ് ഇൻപുട്സ് ഇൻക്ലൂഡിങ് ലേബറിന് വരെ അവരെന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഇനി അടുത്ത പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവർ ഇത്രയും കാര്യങ്ങൾ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ലേബറിന് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അടുത്ത മാസം. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം അറിഞ്ഞോടുകൂടെ ഡിമാൻഡ് ഇല്ല, സപ്ലൈ ആണ് കൂടുതൽ, ഇവർ ഇത്രയും അധികം സപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആരും വാങ്ങാനില്ല എന്നറിയുന്ന ഷോക്കിൽ ഇവർ ഈ സംഭവങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് സ്റ്റോപ്പേജ് ചെയ്തൊക്കെ ഇത് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്ഷനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഈ കോൺട്രാക്ഷൻ ഫേസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ജനറേറ്റ്സ് ചെയിൻ ഓഫ് റിയാക്ഷൻ ഇൻ ദ ഇൻപുട്സ് മാർക്കറ്റ്. അപ്പോൾ ഇൻപുട്ട് മാർക്കറ്റും ഇടിഞ്ഞു, കാരണം ആരും വാങ്ങാനില്ല. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽ ഇൻ ടേൺ റെസ്പോണ്ട് ബൈ ക്യാൻസലിംഗ് ആൻഡ് കർട്ടെയിലിംഗ് ദെയർ ഓർഡേഴ്സ്. അപ്പം പ്രൊഡ്യൂസേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവുമല്ലോ, അതായത് ഈ മെഷീൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരും ഈ റോ മെറ്റീരിയലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരും എന്ത് ചെയ്യും, അവരുടെ ഓർഡേഴ്സും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ മെഷീൻസിന് വേണ്ടിയിട്ടുള്ള കോമ്പോണൻസ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പാർട്സും കാര്യങ്ങളൊക്കെ അതിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതൊക്കെ ക്യാൻസൽ ചെയ്യും. ദിസ് ഈസ് ദ ടേണിംഗ് പോയിൻറ്റ് ആൻഡ് ബിഗിനിങ് ഓഫ് റിസഷൻ. സോ റിസഷൻ്റെ ഒരു ബിഗിനിങ് ആണെന്നാണ് പറയുന്നത്. എല്ലാവരും ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യും. ആരൊക്കെ, ഫസ്റ്റ് ചെറിയ ചെറിയ ഷോപ്പുകൾ ചെയ്യും, പിന്നെ ഈ ഇൻപുട്ട് മാർക്കറ്റിൽ തന്നെ ഈ ക്യാപിറ്റൽ ഗുഡ്സിൽ തന്നെ റോ മെറ്റീരിയൽ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവരുടെ റോ മെറ്റീരിയൽ ആര് സ്റ്റോപ്പ് ചെയ്തിരുന്നു, വലിയ വലിയ ബിസിനസ്സുകൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇവരുടെ റോ മെറ്റീരിയൽ സ്റ്റോപ്പ്. അങ്ങനെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഇൻപുട്ട്
പ്രൈസസ് ഓഫ് ഇൻപുട്ട് ഡൗൺ. അപ്പം ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഷോപ്പിൽ ഇരിക്കുന്നുണ്ടാവും, അതിന് പോലും ആരും ഇല്ല. അങ്ങനത്തെ അവസ്ഥ വന്നാൽ എന്താ ചെയ്യുക? ആൾക്കാർ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പ്രൈസ് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യും ഇൻപുട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ എന്നിട്ടും ആരും വാങ്ങാനില്ല. അപ്പം ഇൻകംസ് ഓഫ് വേജ്, ഇൻട്രസ്റ്റ് ഏർണേഴ്സ് ഗ്രാജ്വലി ഡിക്ലൈൻ. അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് മാറും. അതായത് ഇൻകംസ് ഓഫ് വേജ്, അതായത് വരുമാനം ആസ് വേജ് ആയിട്ട് കിട്ടുന്ന വരുമാനം ഒക്കെ നിലച്ചു, അതൊന്നുമില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഏർണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാങ്കിലൊക്കെ ഫിക്സ്ഡ് ഇട്ടിട്ട് FD ഇട്ടിട്ട് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യില്ലേ, അതൊക്കെ ഇല്ലാണ്ട് കയ്യിൽ ആൾക്കാർ എന്ത് ചെയ്യും? മണി വെക്കും. കാരണം കയ്യിൽ ചിലവഴിക്കാൻ മണി ഇല്ല. അപ്പോൾ കയ്യിൽ മണി വെച്ചാൽ അവർക്ക് ഇൻട്രസ്റ്റും കിട്ടാത്തൊരവസ്ഥയാവും. അങ്ങനെ ഇൻട്രസ്റ്റും കിട്ടൂല, അങ്ങനത്തെ വരുമാനവും ഇല്ല, വേജും ഇല്ലാണ്ടൊക്കെ ആകുമ്പോൾ ഈ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസും ഡിക്രീസ് ചെയ്യും. പിന്നെ പ്രൊഡ്യൂസേഴ്സ് എന്താ സംഭവിക്കാമെന്നറിയാം? അവസാനം ആകുമ്പോൾ പാവം പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഗുഡ്സ് ആരും വാങ്ങാണ്ടാകുമ്പോൾ ലോവർ പ്രൈസിന് വെക്കും. ഇൻ ഓർഡർ ടു ഡിസ്പോസ് ഓഫ് ഇൻവെൻട്രീസ്, അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രീസ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാരൊന്ന് വാങ്ങിച്ചു പോകാൻ വേണ്ടിയിട്ട്, അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറച്ചിടും. ഫോർ മീറ്റിംഗ് ദെയർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഓൾസോ. അതുപോലെ തന്നെ ഇവർ ചിലപ്പം ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മണി ലെൻഡേഴ്സിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ട് തുടങ്ങിയ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ആരും വാങ്ങാനില്ലെങ്കിൽ ആകെ പെട്ടില്ലേ. അപ്പോൾ അവരെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടും കൂടെ അവർ ലോവർ പ്രൈസസ് എന്ത് ചെയ്യും? ലോവർ പ്രൈസസിൽ ഇവർ വിൽക്കും, സെല്ല് ചെയ്യും. പക്ഷെ സെല്ല് ചെയ്യാനും ആരും വാങ്ങാത്തൊരവസ്ഥയാണ്. എന്നാലും ആസ് ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിച്ച പോലെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇനി കൺസ്യൂമേഴ്സ് ഇൻ ദെയർ ടേൺ. അപ്പോൾ കൺസ്യൂമേഴ്സ് നല്ല ആൾക്കാരാണ്. എക്സ്പെക്റ്റ് ഫർദർ ഡിക്രീസ്. അവരെന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര കുറച്ചു, ഇനി കുറച്ചും കൂടി കാലം കൂടി വെയിറ്റ് ചെയ്യുക, അപ്പോൾ അവർ ഇതിലും കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടിരിക്കും. നല്ല ആൾക്കാരാണ് അല്ലേ? അപ്പം എവിടെ കുറയുന്നു അവിടെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും കുറയുന്നു പറഞ്ഞിട്ടിരിക്കും ഇത്ര. അപ്പോൾ പോസ്റ്റ്പോൺ ദിയർ പർച്ചേസസ്, പോസ്റ്റ്പോൺ ചെയ്യും. ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് റെഡ്യൂസസ്. അപ്പം അങ്ങനെ പോസ്റ്റ്പോൺ ദിയർ പർച്ചേസസ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് വീണ്ടും റെഡ്യൂസ് ചെയ്യും. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വീണ്ടും ഫോളോ ചെയ്യും. എല്ലാവരും ഒരുമിച്ച് ഇനിയും പ്രൈസ് കുറയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. ജനറലി കോസിങ് ഫാൾ ഇൻ പ്രൈസ്. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രൊഡ്യൂസേഴ്സ് ഫോഴ്സ്ഡ് ആവും, എല്ലാവരും വാങ്ങാണ്ടിരിക്കില്ല. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഫോഴ്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? പ്രൈസുകൾ കുറയ്ക്കും. അങ്ങനെ ദിസ് ഡിസ്ക്രീപ്പൻസി ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗെറ്റ്സ് വൈഡനഡ്. അങ്ങനെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വൈഡൻ ആവും. ദിസ് പ്രോസസ് ഗ്യാദർ സ്പീഡ് ആൻഡ് റിസഷൻ ബിക്കം സിവിയർ. സോ അങ്ങനെ ഈ പ്രോസസ്സ് ഭയങ്കര സ്പീഡായിട്ട് മാറും. അങ്ങനെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ റിസഷൻ സംഭവിക്കും. ആകെ സിവിയർ റിസഷൻ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതായത് ഭയങ്കര സിവിയർ റിസഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണിയും ദാരിദ്ര്യമാണ് ഏറ്റവും സിവിയർ റിസഷൻ എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ ഡിക്ലൈൻ ആയിരിക്കും. പ്രൊഡക്ഷനും എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടായിരിക്കില്ല. റിസൾട്ട് ഇൻ ഫർദർ ഡിക്ലൈൻ ഇൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ആൻഡ് കൺസംഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും എല്ലാം ഡിക്രീസ് ആവും. അങ്ങനെ ഡിമാൻഡും കൺസംഷനും ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആയാലും കൺസ്യൂമർ ഫൈനൽ ഗുഡ്സിനൊക്കെ ഉള്ള ഡിമാൻഡ് കുറയും. അങ്ങനെ ബിസിനസ് ഫേംസ് ബിക്കംസ് പെസ്സിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നിരാശരായിട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് ദി എക്കോണമീനെ കുറിച്ച് നിരാശരാകും. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ ലാക്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടൂല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്വമേധേ പൈസ ഇറക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഫാൾ ഇൻ ദ പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷൻസ് ഇൻഡ്യൂസസ് ദം ടു റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം പ്രോഫിറ്റ് കിട്ടൂല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എന്ത് ചെയ്യും? അവരെ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യില്ല. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചെന്ന് ചാടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഉള്ള പൈസ, ആകെ കുറച്ച് പൈസയുള്ളൂ, അതും ഇൻവെസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല എന്ന് പറയും. കാരണം പ്രോഫിറ്റ് കിട്ടൂല. അപ്പോൾ പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ആകെ നിരാശരായി പോകും. പിന്നെ ബാങ്ക് ക്രെഡിറ്റ് ഷ്രിങ്ക് ചെയ്യും. അതായത് വായ്പയൊന്നും ബാങ്ക് കൊടുക്കൂല. ആസ് ബോറോയിങ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിക്ലൈൻസ്. ബാങ്ക് കൊടുക്കാത്തത് കൊണ്ടല്ല കേട്ടോ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലും ഇങ്ങനെ ബോറോയിങ്സ് നടത്തുക. അപ്പം ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഈ നിരാശരായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കൂല. അപ്പോൾ ലോൺ എടുക്കാത്ത സമയത്ത് എന്ത് ചെയ്യും? ബാങ്ക് ക്രെഡിറ്റ് ആർക്കും വേണ്ട. അപ്പം ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഈസ് അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ്.
ഏറ്റവും ലോവസ്റ്റിലാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ്. സ്റ്റോക്ക് പ്രൈസസും ഫോൾ ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്തവർ കുടുങ്ങി. അപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവർ കുടുങ്ങി. ഇപ്പോൾ 10,000 റുപ്പീസ് കൊടുത്തിട്ട് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങിയ ആളുടെ സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, 5,000 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവർ കുടുങ്ങിയില്ലേ. ഒരു ഷോക്കിലൊക്കെ ആയിരിക്കും നമ്മളെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് മുഴുവനും പോയത്, പെസിമിസ്റ്റിക് ആയത്. പിന്നെ ഇനി ഒരു തരി പൈസ പോലും അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഡിസിഷനൊക്കെ എടുത്തതിൻ്റെ കാരണം സ്റ്റോക്ക് പ്രൈസൊക്കെ ഇടിഞ്ഞപ്പോഴും കൂടിയാവും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഫാൾ ഇൻ വേജ് റേറ്റ്, അതുപോലെ തന്നെ പ്രോസസ് ഓഫ്, അപ്പം കൂലിപ്പണിക്കാർക്കൊക്കെ എന്നും 500 രൂപ കിട്ടിയിരുന്നത് 250 രൂപയായി മാറിയിട്ടുണ്ടാവും. പ്രോസസ് ഓഫ് റിസഷൻ ഇസ് കംപ്ലീറ്റ്. അങ്ങനെ അവസാനം അൺഎംപ്ലോയ്മെൻറ്റ് വളരെയധികം പെരുകി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് റിസഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാം. അപ്പോൾ സിവിയർ കോൺട്രാക്ഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് പുഷസ് ദി എക്കോണമി ഇൻ ടു ദ ഫേസ് ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കോൺട്രാക്ഷൻ, സിവിയർ കോൺട്രാക്ഷൻ. ഒന്ന് ആലോചിച്ച് നോക്കി, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞെരുക്കം. അപ്പം അത്രയ്ക്ക് സിവിയർ ആയിട്ടുള്ളൊരു കോൺട്രാക്ഷൻ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിൽ നടന്നു കഴിഞ്ഞാൽ, സാമ്പത്തികമായ പ്രവർത്തനങ്ങളിൽ ബിസിനസ്സിൽ നടന്നു കഴിഞ്ഞാൽ അത് അവസാനം അതിനെ കൊണ്ടെത്തിക്കുന്നത് ഇൻ ടു ദ ഫേസ് ഓഫ് ഡിപ്രഷനിൽ കാണാം. ലാസ്റ്റത്തെ ഫേസായ ട്രഫ് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കാണ് പോവുക. ആ ഡയഗ്രാം കണ്ടോ, ഏറ്റവും ബോട്ടത്തിലത്തെ പോയിൻ്റാണ് ഈ ട്രഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ട്രഫ് ഓക്കെ ഈസ് ദ സിവിയർ ഫോം ഓഫ് റിസഷൻ്റെ ഏറ്റവും സിവിയർ ഫോമിനെയാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രഫ് എന്ന് പറയുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീംലി സ്ലഗിഷ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അത്രയും സ്ലഗിഷ് എന്ന് പറഞ്ഞാൽ ഉന്മേഷമില്ലാത്ത, മന്ദത എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഫോം ഓഫ് അങ്ങനത്തെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും എല്ലാവരും കടന്നു പോകുക. ഒരു ഹാപ്പിനെസ്സും ഇല്ല. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവിലേക്കൊക്കെ വരാമെന്ന് പറഞ്ഞൊന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ലെവൽ ഓഫ് നാഷണൽ ഇൻകം, അതുപോലെ തന്നെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഓരോ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ സമ്മാണല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും ഇൻകം ഇല്ല. അപ്പോൾ നാഷണൽ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറൊക്കെ റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഡിമാൻഡ് പ്രൊഡക്റ്റിനും സർവീസിനും ഡിക്രീസ് ചെയ്യും. പ്രൈസസ് ഭയങ്കര ലോവസ്റ്റ് ആവും. ഫോഴ്സിങ് ഫേംസ് ടു ഷട്ട് ഡൗൺ. അങ്ങനെ കുറേ ഫേമുകൾ, അപ്പം ആൾക്കാരിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അവരുടെ പർച്ചേസ്. ഇനി ഭാവിയിൽ വില കുറയും എന്നാലും അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ, കാരണം അവരുടെ കയ്യിൽ മണിയില്ല. അപ്പോൾ ഇങ്ങനെ വില കുറച്ച് വന്നാൽ അവസാനം അത് പൂട്ടിപ്പോകേണ്ട അവസ്ഥയാവും ബിസിനസ് ഫേംസിനൊക്കെ. അപ്പം അങ്ങനെ ഫോഴ്സിങ് ഫേംസ് ടു ഷട്ട് ഡൗൺ. അങ്ങനെ കമ്പനീസ് ആർ അണേബിൾ ടു സസ്റ്റെയിൻ വർക്ക് ഫോഴ്സ് ഓൾസോ. അങ്ങനെ കമ്പനീസിനാണെങ്കിലോ വർക്ക് ഫോഴ്സിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അതായത് എംപ്ലോയേഴ്സിന് സാലറി കൊടുക്കാനോ അല്ലെങ്കിൽ വേജ് കൊടുക്കാനോ ഉള്ള കപ്പാസിറ്റി ഒക്കെ കമ്പനീസിന് ഇല്ലാണ്ടാവും. ദർ ഇസ് മൗണ്ടിങ് അൺഎംപ്ലോയ്മെൻറ്റ് വിച്ച് ലീവ്സ് ദ കൺസ്യൂമേഴ്സ് വിത്ത് വെരി ലിറ്റിൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ മൗണ്ടിങ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് അധികം അൺഎംപ്ലോയ്മെൻ്റ് ആകുമ്പോൾ തൊഴിലില്ലെങ്കിൽ പിന്നെ ഇൻകം ഉണ്ടോ, ഇല്ല. അപ്പം അങ്ങനെ ആയി മാറിക്കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ ആകെ ലിറ്റിലായിട്ടുള്ള ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടാവുള്ളൂ, ചിലവഴിക്കാനും വാങ്ങാനും ഒക്കെ. അപ്പം ലിറ്റിൽ ഇൻകം ഉള്ളെങ്കിൽ നമ്മൾ അപ്പം റേഷൻ കടയ്ക്ക് പോകില്ലേ. അപ്പം അത്ര ഉള്ളെങ്കിൽ നമ്മൾ അത്രയും സൂക്ഷിച്ചിട്ടായിരിക്കും അത് ഡിസ്പോസ് ചെയ്യുക. ഒരു ടൈപ്പിക്കൽ ഫീച്ചർ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, ഫാൾ ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അങ്ങനെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പീപ്പിൾ ഡിമാൻഡ് ഫോർ ഹോൾഡിങ് ലിക്വിഡ് മണി. അപ്പം ബാങ്കിൽ ഇട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇൻട്രസ്റ്റ് ഒന്നും നമ്മൾ വിചാരിച്ച അത്ര പോലും കിട്ടില്ല. അല്ലെങ്കിലും FD ഇട്ടാൽ ചെറിയ ഇൻട്രസ്റ്റേ കിട്ടുള്ളൂ. ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമല്ലോ ഡിപ്രഷൻ ആയിക്കഴിഞ്ഞാൽ. അപ്പം അതിനേക്കാളും കുറഞ്ഞ 1 രൂപയ്ക്കൊക്കെ ആരെങ്കിലും സ്വന്തം പൈസ കയ്യിൽ വെക്കാണ്ട് ബാങ്കിൽ കൊണ്ടിടുമോ, ഇല്ല. അപ്പോൾ 1 രൂപ ഒക്കെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 രൂപ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പൈസ ബാങ്കിൽ നിന്ന് എടുത്തേണ്ടി വരും. അപ്പോൾ അതേപോലെ കയ്യിൽ വെക്കാനായിട്ട് ലിക്വിഡ് മണിയായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിമാൻഡ് കൂടും ആൾക്കാർക്ക്. ഓക്കെ, കാരണം നമ്മൾ ലിറ്റിൽ ഡിസ്പോസിബിൾ ഇൻകമേ നമുക്കുള്ളൂ, കാരണം മൗണ്ടിങ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഈവൻ ഡെസ്പൈറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് ഡിക്രീസ്. അപ്പം ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ FDക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കണ്. അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് വായ്പ കൊടുക്കുമ്പോഴുള്ള ഇൻട്രസ്റ്റ് വാങ്ങൂലേ ബാങ്ക്, അതും കുറച്ചിട്ടുണ്ട് ഇത്ര. എന്നിട്ടും ആൾക്കാർക്ക് ക്രെഡിറ്റ് വേണ്ട. സാധാരണ ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് കൂടുകയല്ല ചെയ്യുക, അല്ലെങ്കിൽ ബോറോയിങ്സ് ആൾക്കാർ കൂട്ടും. പക്ഷേ ഇപ്രാവശ്യം ഇൻവെസ്റ്റേഴ്സൊക്കെ ആകെ പെസിമിസം അടിച്ചിരിക്കുന്ന കാരണം, ആകെ ശോകാവസ്ഥയായ കാരണം ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് ഇല്ല, അതും ഡിക്രീസ് ചെയ്തു. ഡ്യൂ ടു ഫാൾ ഇൻ ദ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഡിക്രീസ്. അപ്പം
ബാങ്കിൻ്റെ കയ്യിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള മണിയുടെ അവൈലബിലിറ്റി ഇല്ല ഡ്യൂ ടു ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ്. എല്ലാ സെക്ടറിലും ഈ ഡിപ്രഷൻ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനീഷ്യലി കുറച്ച് സെക്ടറിലായിരിക്കും, പിന്നെ ഇവൻച്വലി അത് എല്ലാ സെക്ടറിലേക്കും ബാധിക്കും. ക്യാപിറ്റൽ ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, സഫർ ഫ്രം എക്സസ് കപ്പാസിറ്റി. ഈ ക്യാപിറ്റലും കൺസ്യൂമർ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ഈട് നിൽക്കുന്ന ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യില്ലേ, ഈ അൽമിറ ഫർണിച്ചേഴ്സൊക്കെ, കിച്ചൺ യൂട്ടൻസിൽസ് ഒക്കെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മിഷനറി, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, അതൊക്കെയുള്ള ഇൻഡസ്ട്രികളൊക്കെ എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തിനാ, ആരും വാങ്ങാനില്ലല്ലോ. അപ്പം അങ്ങനെ അതിൽ സഫർ ചെയ്യും. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ബിലോ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഒരു ഒപ്റ്റിമൽ കപ്പാസിറ്റി. അതായത് അവർക്ക് കുറേയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാം, എന്നാലും അവർ ഏറ്റവും കുറവിൽ പ്രൊഡ്യൂസ് ചെയ്ത് വരും. അതായത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ശരിക്കും അവർക്ക് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് എന്തിട്ടുള്ളൂ, പ്രോഫിറ്റ് കൂടുതൽ കിട്ടുള്ളൂ അല്ലേ. കോസ്റ്റ് കുറയാ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ അത്രയും പൊട്ടൻഷ്യലിനും അത്രയും കപ്പാസിറ്റിയൊന്നും അവർ യൂസ് ചെയ്യാതെ ഇത്തിരിയേ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുള്ളൂ. കാരണം അതുപോലും വാങ്ങാൻ ആരുമില്ല. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ബാങ്ക്രപ്സീസ് ആൻഡ് ലിക്വിഡേഷൻ, ഹോൾഡിംഗ് ലിക്വിഡ് മണിയൊക്കെ കൂടും. അതുപോലെ തന്നെ കുറേ പേര് പാപ്പരാവും, ഇൻവെസ്റ്റേഴ്സ്. റെഡ്യൂസ്ഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അറ്റ് ദ ഡെപ്ത് ഓഫ് ഡിപ്രഷൻ, ഏറ്റവും ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ ട്രഫിൻ്റെ ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ടച്ച് ദ ബോട്ടം ആൻഡ് ഫേസ് ഓഫ് ട്രഫ് ഇസ് റീച്ച്ഡ്. അങ്ങനെ ഏറ്റവും ഡെപ്തായിട്ട് ഉള്ള രീതിയിൽ ഏറ്റവും ബോട്ടത്തിൽ ടച്ച് ചെയ്യും. അങ്ങനെ ട്രഫ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് റീച്ച് ചെയ്യും. ഇറ്റ് ഈസ് എ വെരി എഗോണൈസിങ്, പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡാണ്. കോസിങ് ലോഡ്സ് ഓഫ് ഡിസ്ട്രെസ് ഫോർ ഓൾ. എല്ലാവരും ഇടങ്ങേറാക്കുന്ന ഒരു അത്രയ്ക്കും എഗോണൈസിങ് പീരീഡാണ്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ 1929 to 33 കോസ്ഡ് ഇനോർമസ് മിസറി ആൻഡ് ഇറ്റ്സ് സഫറിങ്. അത് ഇറ്റ്സ് സഫറിങ് അല്ല, ഹ്യൂമൻ സഫറിങ്. എച്ച് എന്ന് ഉദ്ദേശിച്ചത് ഹ്യൂമൻ സഫറിങ്. അപ്പം ഈ ഗ്രേറ്റ് ഡിപ്രഷൻ കേട്ടിട്ടില്ലേ, 1929 to 33 കാലഘട്ടങ്ങളിൽ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിച്ചിരുന്നു. ഡിപ്രഷൻ കണ്ടോ, നമ്മൾ ലാസ്റ്റത്തെ ഫേസ് ആയിട്ടുള്ള ഡിപ്രഷൻ, ഗ്രേറ്റ് ഡിപ്രഷൻ, അത് എന്ത് ചെയ്യുന്നത്, ഇനോർമസ് മിസറിയും ഹ്യൂമൻ സഫറിങ്ങും ആണ് കൊണ്ടുവന്നത്. അത്രയ്ക്കും എല്ലാവരും ആകെ പ്രശ്നത്തിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ 4 ഫേസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ആസ് ഐ സെഡ് യു ബിഫോർ, നമുക്കങ്ങനെ ഒരു താഴ്ച ഡിപ്രഷൻ വന്നാലും നമ്മൾ റിക്കവർ ചെയ്യും. എൻലെസ് ആയിട്ട് നമുക്കിങ്ങനെ ഡിപ്രഷനിൽ പോകാൻ പറ്റുമോ? ഇല്ല, നമ്മൾ റിക്കവർ ചെയ്യും. എങ്ങനെയാണ് റിക്കവർ ചെയ്യാൻ നോക്കിയാലോ, എങ്ങനെയാണ് ഇക്കോണമി റിവൈവ് ചെയ്യാൻ നോക്കിയാലോ, ഇക്കണോമി റീച്ചസ് ഇറ്റ്സ് ലോവസ്റ്റ് ലെവൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി കോൾഡ് ട്രഫ്, ദെൻ സ്റ്റാർട്ട്സ് റിക്കവറിങ്. നോക്കിയേ, ഇപ്പോൾ ഒരു സമാധാനമില്ലേ, സ്റ്റാർട്ട്സ് റിക്കവറിങ് എന്ന് പറയുമ്പോൾ. ട്രഫ് ജനറലി ലാസ്റ്റ് ഫോർ സം ടൈം, കുറച്ച് കാലം നിൽക്കുള്ളൂ. മാർക്സ് ദി എൻഡ് ഓഫ് പെസിമിസം. അതായത് പെസിമിസം എന്ന് പറഞ്ഞാൽ ഈ നിരാശപ്പെട്ടിരിക്കുന്നതിനെ എൻഡ് മാർക്ക് ചെയ്യും. എന്ത്, ഈ ട്രഫ്. എത്ര കാലം എന്ന് വെച്ചിട്ട് നിരാശപ്പെടാന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരു എനിക്കലുണ്ട്. ഓൾ തിങ്സ് വിൽ ഗോ റോങ് എന്നാട്ടോ ഞാൻ ATWGM എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്, GW എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓൾ തിങ്സ് വിൽ ഗോ റോങ്, അതാണ് പെസിമിസം കൊണ്ട് നമ്മൾ ചിന്തിക്കുക നിരാശരാകുമ്പോൾ. അങ്ങനെ ബിഗിനിങ് ഓഫ് ഒപ്റ്റിമിസം, അങ്ങനെയാണ് പിന്നെ ബിഗിനിങ് ഓഫ് ഒപ്റ്റിമിസം ആവുന്നു. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ബിഗിനിങ് ആണ്. ദിസ് റിവേഴ്സസ് ദ പ്രോസസ്സ്. ഇതെന്ത് ചെയ്യും, ആ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യും. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആദ്യം കാണുക, റിവേഴ്സൽ ഈസ് ഇനീഷ്യലി ഫെൽറ്റ് ഇൻ ദ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിൽ തന്നെയാണ് ആ റിവേഴ്സൽ കാണുക. അതായത് പെർവസീവ്, എല്ലായിടത്തും കാണപ്പെടുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഫോഴ്സസ് ദ വർക്കേഴ്സ് ടു ആക്സെപ്റ്റ് വേജസ് ലോവർ ദൻ ദ പ്രിവെയിലിംഗ് റേറ്റ്. അപ്പം എല്ലാവരും അൺഎംപ്ലോയ്മെൻറ്റിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു ജോലി കിട്ടാനായിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾ വാങ്ങും, നമുക്ക് ജോലി കിട്ടൂല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. നിങ്ങളെനിക്ക് 20 രൂപ തരേണ്ടടുത്ത് എനിക്ക് 15 രൂപ തന്നാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ജോലി ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കമ്പനിയിൽ പിടിച്ചു പറ്റാനായിട്ട് നോക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, പ്രിവെയിലിംഗ് ആയിട്ട് 20 രൂപ ആയാലും മറ്റുള്ളവർ കയറുന്നതിന് മുമ്പ് കയറാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഇവർ 15 രൂപയ്ക്ക് ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വീട്ടിലത്തെ പട്ടിണി മാറാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ആ ഒരു വേജ് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ലോവർ കോസ്റ്റിൽ ബെറ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ് പുതുതാക്കിയിട്ട് ഒരു ഒപ്റ്റിമിസത്തിൽ ബിസിനസ് ചെയ്യാൻ ആരംഭിക്കും. എ ടൈം കംസ് വെൻ ബിസിനസ് കോൺഫിഡൻസ് ടേക്സ് ഓഫ്, തിരിച്ചു വന്നു, ആൻഡ് ഗെറ്റ്സ് ബെറ്റർ, ടേക്സ് ഓഫ് ആൻഡ് ഗെറ്റ്സ് ബെറ്റർ, അത് പുതുതായിട്ട് തിരിച്ചു വന്നു ബിസിനസ് കോൺഫിഡൻസ്. കോൺസിക്വൻ്റ്ലി ദേ സ്റ്റാർട്ട് ടു ഇൻവെസ്റ്റ് അഗെയിൻ ആൻഡ് ടു ബിൽഡ്, സ്റ്റോക്കൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് അവർ കാര്യങ്ങളൊക്കെ പതുക്കെ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും, അഗ്രിഗേറ്റ് ഡിമാൻഡ് പിക്സപ്പ് ചെയ്യും. പിന്നെ പ്രൈസസ് ഗ്രാജ്വലി എല്ലാ സാധനങ്ങൾക്കുള്ള പ്രൈസ് ഭയങ്കരമായിട്ട് അത്യാവശ്യത്തിന് കൂടും. ഇപ്പോൾ ഭയങ്കര പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും കുറവല്ലായിരുന്നത്, അതായത് വേണ്ട നോർമൽ പ്രൈസിനേലും കുറവിലാണ് വിറ്റിരുന്നത്. അതൊക്കെ മാറി തുടങ്ങും, തിരിച്ചു വന്നു. അങ്ങനെ business confidence takes off and gets better. Besides,
പ്രൈസ് മെക്കാനിസം ആക്ട് ആസ് സെൽഫ് കറക്റ്റിംഗ് പ്രോസസ് ഇൻ എ ഫ്രീ എൻ്റർപ്രൈസ് ഇക്കോണമി. ഇപ്പോൾ ഒരു ഫ്രീ എൻ്റർപ്രൈസ് ഇക്കോണമീൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ ഈ എക്കണോമിക് പ്രോബ്ലങ്ങളൊക്കെ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഓൾറെഡി. ഈ പ്രൈസ് മെക്കാനിസം ആയിട്ടുള്ള സപ്ലിയും ഡിമാൻഡ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, ബിസൈഡ്സ് അങ്ങനെ ആണെങ്കിൽ പോലും, ബട്ട് സ്പറിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കോസസ് റിക്കവറി ഓഫ് ദി എക്കോണമി. എല്ലാവരും വിചാരിക്കും സാധാരണ തന്നെക്ക് ഡിമാൻഡും സപ്ലിയും തമ്മിലുള്ള ഇതിൽ എക്കോണമി ശരിയാവുന്നല്ല വിചാരിക്കാം. ഒരു ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമിയിൽ, ഇവിടെ ഈ ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി എന്ന് പറയാൻ കാരണം ഈ ഡിപ്രഷൻ, ഈ ബിസിനസ് സൈക്കിളൊക്കെ ഏറ്റവും കൂടുതൽ വരിക ഈ ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി അല്ലെങ്കിൽ ലേസസ് ഫിയറി അല്ലെങ്കിൽ ഈ മാർക്കറ്റ് എക്കോണമിയിലാണ് കേട്ടോ. ഈ ഇത് വരിക ബിസിനസ് സൈക്കിൾ എപ്പോഴും വരിക, ഏറ്റവും കൂടുതലായിട്ട് വരിക ഏത് എക്കോണമിയിലാണെന്നുള്ള ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമിയിലാണ് വരിക. കാരണം അവിടെയാണ് പ്ലാനിങ് ഒന്നും ഇല്ലാതെ തന്നെക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്ന എക്കോണമി അല്ലേ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എല്ലാവരും വിചാരിച്ച പോലെ ഡിമാൻഡും സപ്ലൈയും കാരണമാണ് എക്കോണമി തിരിച്ചു വരാമെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അതുകൊണ്ടല്ല തിരിച്ചു വരുന്നത് അത്ര. എക്കോണമി ഡിപ്രഷനിൽ നിന്ന് അല്ലെങ്കിൽ ട്രഫിങ് തിരിച്ചു വരുന്നതിൻ്റെ കാരണം, ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ കാരണം സ്പറിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതുകൊണ്ട് അത്ര തിരിച്ചു വരുന്നത്. എക്കോണമി തിരിച്ച് അതിൻ്റെ ബിസിനസ്സൊക്കെ തിരിച്ച് ആ പവറിലേക്ക് വരുന്നതിൻ്റെ കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടും കൂടിയാണ്. ഓക്കെ, ദിസ് ആക്ട് ആസ് എ ടേണിംഗ് പോയിന്റ് ഫ്രം ഡിപ്രഷൻ ടു എക്സ്പാൻഷൻ. അപ്പം ഏറ്റവും ഫസ്റ്റത്തെ ഭാഗത്ത് ഞാനൊരു ഡയഗ്രം കാണിച്ചു തന്നില്ലേ, ട്രഫീന്ന് പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന്. അപ്പം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡിപ്രഷൻ ടു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ട്രഫ് ടു എക്സ്പാൻഷൻ. ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് റൈസസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ എംപ്ലോയ്മെൻറ്റ് വേണമല്ലോ പ്രൊഡക്ഷൻ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. അപ്പം എംപ്ലോയ്മെൻറ്റും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻകം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും. ബിസിനസ്സിൻ്റെ ഇൻകം ഇമ്പ്രൂവ് ചെയ്യും, എംപ്ലോയേഴ്സിൻ്റെ ഇൻകം ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ കൺസ്യൂമർ സ്പെൻഡിങ് കൂടും. അപ്പോൾ ഇൻകം എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. അങ്ങനെ കൺസ്യൂമറുടെ സ്പെൻഡിങ് കൂടും. കാരണം എല്ലാവർക്കും വരുമാനം കിട്ടുന്നുണ്ട്, കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ സ്പെൻഡിങ് കൂട്ടും. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡും സ്പെൻഡിങ്ങും കൂടും. ടു ഫുൾഫിൽ ഡിമാൻഡ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഒരു എക്കോണമിയിൽ. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഫാൾ ചെയ്യും. അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ് ഒക്കെ, തൊഴിലില്ലായ്മ ഒക്കെ കുറേ എഴുന്നേൽപ്പ് എക്സ്പാൻഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ അങ്ങനെ എക്സ്പാൻഷൻ നടക്കും. ഇവിടെ നോട്ട് വേർത്തി ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നോ എക്കണോമി ഫോളോസ് എ പെർഫെക്റ്റ്ലി ടൈംഡ് സൈക്കിൾ. ഒരു എക്കണോമിയും പെർഫെക്റ്റ്ലി ടൈംഡ് ആയിട്ടുള്ള സൈക്കിൾ ഫോളോ ചെയ്യുന്നില്ല. എപ്പോഴാണ് ഇത് വരിക എന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ റെഗുലർ ഇൻ്റർവെൽ ആണോ? അല്ല. ദേ വാരി ഇൻ ഇൻറ്റൻസിറ്റി ആൻഡ് ലെങ്ത്. അതായത് ഡെപ്തിലും അതുപോലെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളതിലും അതുപോലെ തന്നെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷനിലൊക്കെ എല്ലാ ബിസിനസ് സൈക്കിളുകളും വാരി ചെയ്യും. ഇപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ പറഞ്ഞല്ലോ 1929 to 33, അത് ഭയങ്കര ഡിപ്രഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ലെങ്ത്തൊക്കെ 4 years 3 years ഒക്കെയാണ്. നോ സെറ്റ് പാറ്റേൺ ദേ ഫോളോ. സം സൈക്കിൾ ഹാവ് ലോങ് പീരീഡ്സ് ഓഫ് ബൂം, അത് മേ ഹാവ് ലോങ്ങർ പീരീഡ്സ് ഓഫ് ഡിപ്രഷൻ. ചിലതിന് സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ബൂം ആയിരിക്കും കുറേ കാലം നിൽക്കേണ്ടായിരിക്കുക. ചിലതിന് ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിരിക്കും കുറേ കാലം നിൽക്കേണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊരു സെറ്റ് പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ അവർ പീരിയോഡിക് ആയിരിക്കും, ഒരിക്കലും റെഗുലർ ഇൻ്റർവെല്ലിൽ വരില്ല. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ അതിൻ്റെ പാറ്റേൺ ഒന്നും ഒരേപോലെ അല്ല, പെർഫെക്റ്റ് അല്ല എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. താങ്ക് യു.